ക്ലേ വെച്ചിട്ട് വീണ്ടും ഒരു ക്യൂട്ടായിട്ട് ഇന്ന് ഞാൻ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മെയിൻ തരം എന്ന് പറയുന്നത് ഒരു ഒഴിഞ്ഞ മാർക്കറിൻ്റെ ക്യാപ്പാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത് നമ്മുടെ കൊറിയറൊക്കെ വരത്തില്ലേ പാക്കിംഗ് കവർ, ആ കവർ ഇങ്ങനെ നീളത്തിൽ ലെങ്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇത് എന്തിനിങ്ങനെ ചുറ്റി കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കതിൻ്റെ ആ താഴ്ഭാഗത്തേക്ക് ഒരു ഓവൽ ഷേപ്പ് വേണം. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചുറ്റി കൊടുക്കുന്നത്. വീഡിയോയിൽ കാണുന്നത് പോലെ ഏകദേശം ഈ ഒരു ഷേപ്പ് ആകുമ്പോൾ ആ ഒരു പ്രോസസ്സ് അവിടെ അങ്ങ് നിർത്തിക്കോളാം കേട്ടോ. ഇനി നമ്മുടെ മെയിൻ തരത്തെ അങ്ങോട്ട് എടുക്കുക, ഉരുട്ടി പുരട്ടി വീഡിയോയിൽ കാണുന്നത് പോലെയൊക്കെ അങ്ങോട്ട് ചെയ്തെടുക്കുക. പിന്നെ എപ്പോഴും പറയുന്ന പോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കാൻ മറക്കണ്ട കേട്ടോ. ഇനിതാ ഈ ഒരു ഷേപ്പ് എത്തുമ്പോൾ നമുക്ക് അതിലേക്ക് 2 കണ്ണും ഒരു വായും സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ എൻ്റെ പെയിൻറ്റിങ് ബ്രഷിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതുപോലുള്ള 2 ഷേപ്പ് കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ. നിങ്ങൾ കണ്ടാൽ ഹാർട്ടാണെന്ന് തെറ്റിദ്ധരിക്കും, പക്ഷേ സംഭവം അതല്ല, ഇതൊരു ചിറകാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഹാർട്ടായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. ഇനി നമുക്ക് ഈ ചിറകും കൂടെ ഇതിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചിറക് സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലത്തെ 2 ഷേപ്പും കൂടെ ചെയ്തെടുക്കണം. അതും ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഇനി 2 ചെറിയ ബോൾസും കൂടെ ഉണ്ടാക്കി നമുക്ക് കണ്ണുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ക്യൂട്ട്നെസ്സിന് വേണ്ടിയിട്ട് കുറച്ച് ക്ലേ എടുത്തിട്ട് ഞാൻ ഇതുപോലെ ഉരുട്ടി പുരട്ടി ഒരു ബോ ഷേപ്പിൽ സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ആ ബോ കൂടെ നമുക്ക് ഇതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ആ ബോയ്ക്ക് താഴെയായിട്ട് വേറൊരു ഷേപ്പും കൂടെ കാണാൻ കഴിയും. അത് ബാക്കി വന്ന ക്ലേ എന്ത് ചെയ്യണമെന്നറിയാതെ ജസ്റ്റ് ഒരു തട്ടിക്കൂട്ട് പരിപാടി ചെയ്തതാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു ഹണി ബീ തീമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഒരു യെല്ലോ ബ്ലാക്ക് കോമ്പിനേഷനിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഞാൻ ആദ്യം ഇത് ചെയ്ത് തുടങ്ങിയത് ഒരു ടേബിൾ ഡെക്കറായിട്ടാണ്, പക്ഷേ സംഭവം ചെയ്ത് വന്നപ്പോഴത്തേക്കും ടേബിളിൽ അത് ഇരിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഇത് പേപ്പർ വെയിറ്റ് ആക്കാമെന്ന് കരുതി. അപ്പോൾ നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് കാണാം പെയിൻറ്റ് അടിച്ചതിന് ശേഷമുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ ക്യൂട്ട് ഐറ്റംസുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.